ഷോപ്പിംഗ് മോള്. അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ ഡേ നമ്മളിന്ന് അടിച്ചു പൊളിക്കുന്നേ. യെസ് ഓർ നോ? യെസ് ഓർ നോ? Yes, ladies and gentlemen, a warm welcome to the grand inauguration of NAP Square. NAP Square ന്റെ ഈ ഒരു പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പുതിയ ഭാഷയിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ആണ് എന്നറിയാം. ഫസ്റ്റിൽ എല്ലാവരും ചേർന്ന് അടിപൊളി കയ്യിൽ തരുമോ പ്ലീസ് ഓൾ ഓഫ് യു? ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറച്ച് പേര് കൈവച്ച് കുറച്ച് പേര് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. എനിവേ നമ്മളിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതൊന്ന് ആഘോഷമാക്കാൻ വേണ്ടി പോവുകയാണല്ലേ? അപ്പൊ കുറച്ച് പേര് കൈവച്ചു, കുറച്ച് പേര് കൈവച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാബ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളൊരു പ്രതീകമായിട്ട് ഞാനിവിടെ മ്യൂസിക് പ്ലേ ചെയ്യാം. ഒന്ന് ഉഷാറായിട്ട് കൈയടിക്കാമോ? യെസ് ഓർ നോ? അപ്പൊ ഒന്ന് എല്ലാവരും കൈ ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും കൈ ഉയർത്തിപ്പിടിക്കാം. യെസ്, അപ്പൊ ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യാൻ പോകുന്നു. മ്യൂസിക് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആ മ്യൂസിക്കിനനുസരിച്ച് ഒന്ന് എല്ലാവരും ഒരുമിച്ച് കൈയടിക്കാൻ പോകുന്നു. സച്ചിൻ വരികയല്ലേ? മ്യൂസിക് സ്റ്റാർട്ട്. ഒരുമിച്ച് അപ്പൊ കൈകൊട്ടിക്കോ തുറന്നിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇന്ന് ഇവിടെ വരുന്നവർക്കൊക്കെ കൈ റെഡിയാണോ? യെസ് ഓർ നോ? അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഏതാ? ഉറക്കം പറയണം. ഇന്നത്തെ ഡേറ്റ് ഏതാ? അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 1 ആണ്. അപ്പൊ ഡിസംബർ 1 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഡി വേദിയിലേക്ക് വരാം. ഡിസംബർ 1 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആരെങ്കിലും ഡിസംബർ 1 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു നല്ല കൈ കൊടുക്കാം. വേദിയിലേക്ക് നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലിയെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പൊ നൗഫൽക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ? ഇന്ന് ഇവിടെ വരിക എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലേക്ക് വരികയാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും നമ്മൾ അവരുടെ പ്രത്യേകത കൊണ്ടൊരു നല്ല സമ്മാനം കൊടുക്കണം. നല്ല സമ്മാനം വേദിയിലേക്ക് എത്തിക്കണതാണ്. ഇതിനോടൊപ്പം നല്ല സമ്മാനം നമുക്ക് ക്ഷണിക്കുന്നു. And also we have Sri Jawad Ahmad, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ KP. Thank you so much. ഒരാശയമായിരുന്നു ഇന്ന് കൂത്തുപറമ്പിലെ ജനങ്ങൾ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത എന്തും നമ്മളോടൊപ്പമുള്ള ഒരു സുഹൃത്താണോ ആണ്, ഒരു ഫ്രണ്ടാണോ ആണ്, അതിലൊക്കെ ഒരു ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളെ പല ഭാഗത്തും ഉന്നയിച്ചുകൊണ്ട് നമ്മളെ പരിഹരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഷാഫി പറമ്പിൽ അവരുടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹം നമുക്ക് ഈ വേദിയിലേക്ക് കയ്യടി മാത്രം പോരാ ആർക്കുണ്ട്. എഴുന്നേറ്റപ്പോഴാണ് മോനേട്ടൻ പറയുന്നത് അത് നൗഫലും അബൂബക്കറും ബഷീറും ഹാരിസും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് അവരുടെ പേരാണ് എന്നത്. ഞാൻ അതിനേക്കാൾ വരിക, അതിന് വളർച്ച ഉണ്ടാവുക എന്നതൊക്കെ സ്വാഭാവികമാണ്. അവരും സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമറിന്റെ സംസ്കാരം തീർച്ചയായിട്ടും അതിനും ഈ സ്ഥാപനം മാറട്ടെ. നല്ല ഉൽപ്പന്നങ്ങൾ മിതമായ വിലക്ക് ലഭ്യമാവട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. ആ നേട്ടങ്ങളുടെ ഗുണം തിരിച്ച് സമൂഹത്തിനും ഉണ്ടാവുന്ന മനസ്സുള്ള ആളുകളാണ്. ആ തീർച്ചയായിട്ടും അതിന്റെ ഗുണം തിരിച്ച് സമൂഹത്തിന് കിട്ടട്ടെ. നാട് വളരട്ടെ, നാട് മുന്നോട്ട് പോട്ടെ. പ്രാർത്ഥനകളോടെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകും, കൂട്ടായിട്ടുണ്ടാകുന്നത് മാത്രം.
വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നോവേഷൻ നടത്താം. ആ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യാം. താങ്ക്സ് ക്ലൗഡിൽ ഓക്കെ. ഒന്ന് ഉഷാറായിട്ട് നാബ് എന്ന് പറയാം. അങ്ങനെ നാബിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന് കൂത്തുപറമ്പ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MP ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹം റിബൺ കട്ട് ചെയ്തുകൊണ്ട് ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നിർവഹിക്കുകയാണ്. Ladies and gentlemen, അങ്ങനെ നാബ് സ്ക്വയർ കൂത്തുപറമ്പുകാർക്ക് സ്വന്തമാകാൻ വേണ്ടി പോവുകയാണ്. നാബ് ഹൈപ്പർ മാർക്കറ്റ്, ഒപ്പം തന്നെ നാബ് ഫുഡ് കോർട്ട്, നാബ് ഫൺ സോൺ എന്നിങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാണ് 4 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചേർന്ന് ഇത്തരത്തിൽ ഒരു സംരംഭം കൂത്തുപറമ്പുകാർക്കായിട്ട് സ്വന്തമായിട്ട് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആ 4 പേര് മാത്രമല്ല, ഈ ഒരു സംരംഭത്തിന്റെ പിന്നിൽ 2000 പേരുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സംരംഭമായ നാബ് ഹൈപ്പർ മാർക്കറ്റ് അപ്പം ഇത്രയും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷന്റെ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് SSR എന്താ പറയാ ഇവന്റ് മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും കൂത്തുപറമ്പിൽ തുടങ്ങി ഇന്ന് കേരളത്തിലുടനീളം കേരളത്തിന് പുറത്ത് നിരവധി ഇവന്റുകൾ കണ്ടക്ട് ചെയ്ത് വെഡിങ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇവന്റ്സ് ആണെങ്കിൽ അങ്ങനെ, പ്രൊമോഷൻസ് ആണെങ്കിൽ, ആഡ്സ് ആണെങ്കിലും എല്ലാം ഒരു